മിനിമാക്സ് നോർമലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു നോർമലൈസേഷൻ മെത്തഡാണ്. ഇതിൻ്റെ ഫോർമുല ഇതാണ്. എന്താണ്? വി ഡാഷ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് വി എന്ന് പറഞ്ഞ വാല്യൂവിൻ്റെ നോർമലൈസ്ഡ് വാല്യൂ, അതാണ് വി ഡാഷ്. വി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി മൈനസ് മിനിമം ഓഫ് എ ഡിവൈഡ് ബൈ മാക്സിമം എ മൈനസ് മിനിമം എ ഇൻറ്റു ന്യൂ മാക്സ് മൈനസ് ന്യൂ മിനിമം പ്ലസ് ന്യൂ മിനിമം എന്നാണ് അതിൻ്റെ ഫോർമുല. അതായത് വി മൈനസ് മിനിമം എ ഡിവൈഡ് ബൈ മാക്സിമം എ മൈനസ് മിനിമം എ ഇൻറ്റു ന്യൂ മാക്സ് എ മൈനസ് ന്യൂ മിനിമം എ പ്ലസ് ന്യൂ മിനിമം എ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാ സെറ്റിലെ മിനിമം ആണ് മിനിമം എ എന്ന് പറഞ്ഞാൽ, അതിലെ മാക്സിമം വാല്യൂ ആണ് മാക്സിമം എ. നമ്മൾ ഏത് റേഞ്ചിലേക്കാണോ മാറ്റുന്നത് അതാണ് അതിലെ മാക്സിമം വാല്യൂ ന്യൂ മാക്സ്, അതിലെ മിനിമം വാല്യൂ ആണ് ന്യൂ മിനിമം. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മിനിമാക്സ് നോർമലൈസേഷൻ. സപ്പോസ് ദാറ്റ് ദ മിനിമം ആൻഡ് മാക്സിമം വാല്യൂ ഓഫ് ദ ആട്രിബ്യൂട്ട് ആർ 12,000 ആൻഡ് 98,000. ഓക്കെ, അതായത് മിനിമം എ ആൻഡ് മാക്സിമം എ ആണിത്. മനസ്സിലായോ? ആൻഡ് പിന്നെ പുതിയ റേഞ്ച് എത്രയാണ്? 0 1. അപ്പോൾ ന്യൂ മിനിമം 0 ന്യൂ മാക്സ് 1 ആണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? സപ്പോസ് നമുക്ക് മാറ്റേണ്ടത് 73600 മാറ്റേണ്ടതെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഫോർമുല അപ്ലൈ ചെയ്യാം. എന്താണ്? പിന്നെ വി ഡാഷ് ഇസിക്കൽ ടു വി എത്രയാണ്? 73600. വി ഡാഷ് ഇസിക്കൽ ടു വി മൈനസ് വി എന്താണ് ഇവിടെ? വി ആണ് 73600 അല്ലേ? വി ഇതാണ് 73600. സോ അതാണ് വി മൈനസ് എന്താണ് വി മൈനസ് എൻ്റെ ഫോർമുല ഇതായിരുന്നു. വി മൈനസ് മിനിമം എ. മിനിമം എ എന്താണ്? മിനിമം എ എന്ന് പറഞ്ഞാൽ 12,000 അല്ലേ? വി മൈനസ് മിനിമം എ 12,000 ഇവിടെ തന്നിട്ടുണ്ട് 12,000. പിന്നെ മാക്സ് ഡിവൈഡ് ബൈ മാക്സ് മൈനസ് മിനിമം. മാക്സ് എന്താണിത്? മിനിമം ഇത്, അതാണ് 98,000 മൈനസ് 12,000 ഇൻറ്റു ന്യൂ മിനിമം മൈനസ് ന്യൂ മാക്സ് മൈനസ് ന്യൂ മിനിമം. ന്യൂ മാക്സ് എത്രയാണ്? 1, ന്യൂ മിനിമം 0, അത് പ്ലസ് ന്യൂ മിനിമം എത്രയാണ്? 0. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. ഇത് നമുക്ക് സപ്പോസ് ഒരു പർട്ടിക്കുലർ വാല്യൂവിൻ്റെ മിനിമാക്സ് നോർമലൈസ്ഡ് ഒരു വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഫോർമുല ജസ്റ്റ് അപ്ലൈ ചെയ്യുക. എന്താണ്? വി മൈനസ് മിനിമം എ, അതായത് വി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു വാല്യൂവിൻ്റെ പിന്നെ ഒരു ഡാറ്റ ഐറ്റത്തിൻ്റെ വാല്യൂ, അതാണ് വി. മിനിമം എന്ന് പറഞ്ഞാൽ അതിലെ ആ ഡാറ്റാ സെറ്റിലെ മിനിമം വാല്യൂ. മാക്സിമം എന്ന് പറഞ്ഞാൽ ആ ഡാറ്റാ സെറ്റിലെ മാക്സിമം വാല്യൂ. പിന്നെ നമ്മൾ ഏത് റേഞ്ചിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത് അതിൻ്റെ മിനിമം വാല്യൂ ആണ് ന്യൂ മിനിമം എ, അതിൻ്റെ മാക്സിമം വാല്യൂ ന്യൂ മാക്സ് എ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫോർമുല ജസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ളത്. ഇതാണ് മിനിമാക്സ് നോർമലൈസേഷൻ. ഓക്കെ.